ഭൂമിയിൽ ഇത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാൾ ഇനി ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. പറഞ്ഞു വരുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാണ്. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ശേഷം യേശു സ്വദേശത്തേക്ക് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന അവസരത്തിൽ യേശുവിൻ്റെ പ്രവൃത്തികളൊക്കെ ആ നാട്ടിലെങ്ങും സംസാര വിഷയമാണ്. ബന്ധുക്കളും പ്രിയപ്പെട്ടവരും നാട്ടുകാരൊക്കെ യേശുവിനെ കാണുമ്പോൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുവിൻ്റെ ജീവിതം കണ്ട്, യേശുവിൻ്റെ പ്രവൃത്തി കണ്ട് ആദ്യം ഒരാൾ ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? അടുത്തൊരാൾ പറഞ്ഞു, ഇവൻ തച്ചൻ്റെ മകനല്ലേ? മറ്റൊരാൾ പറഞ്ഞു, മറിയമല്ലേ ഇവൻ്റെ അമ്മ? മറ്റൊരാൾ പറഞ്ഞു, പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവൻ്റെ സഹോദരനും സഹോദരിയുമെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന ഒരു സുവിശേഷ ഭാഗം. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമൊന്നുമില്ല. പക്ഷേ ഒടുവിൽ സുവിശേഷം അവസാനിക്കുന്നത് അവൻ പിന്നീട് ഒരു അത്ഭുതം പോലും അവിടെ ചെയ്തില്ല എന്നുള്ളതാണ്. വളരെ വേദനയോടെ അവസാനിക്കുന്ന ഒരു സുവിശേഷ ഭാഗം. ചോദ്യങ്ങൾക്കിടയിൽ ഉത്തരം ലഭിക്കാതെ പോകുന്ന ഒരു സുവിശേഷ ഭാഗം. സ്നേഹമുള്ളവരെ, ചിന്തിക്കേണ്ട നിരവധിയായ ചിന്തകൾ ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ അന്നും എന്നും ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മഹത്വം മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? എല്ലാ കാലഘട്ടത്തിലും ക്രിസ്തു തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യർക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആപത്ത്. അതെല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ അവർ ക്രിസ്തുവിനെ കണ്ട ഒരു രീതിയുണ്ട്. ഇതിനപ്പുറത്തേക്ക് അവൻ ഉയരാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും മനുഷ്യർ ക്രിസ്തുവിനെ തരം താഴ്ത്തി കണ്ടു. അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിനെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ അതിന് ശ്രമിച്ചില്ല. എല്ലായ്പ്പോഴും ക്രിസ്തുവിനെ തരം താഴ്ത്തുന്ന മനുഷ്യർ അവനെ ദൈവമായിട്ട് കാണാത്തതിൻ്റെ പേരിൽ, അവനെ ഒരു അത്ഭുത പ്രവർത്തകനും ഒരു നല്ലൊരു ഉപദേഷ്ടാവും മാത്രമായി കണ്ടതിൻ്റെ പേരിൽ അവർക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ, ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇതാണ് ഈ സുവിശേഷത്തിലെ ഏറ്റവും വലിയ വേദനയായി നിലകൊള്ളുന്നത്. ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോഴും ഒന്നിനും ഉത്തരം ലഭിക്കാതിരിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ചോദ്യങ്ങളുടെ ഉത്തരം അർഹിക്കാഞ്ഞിട്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മളും ഇന്ന് ക്രിസ്തുവിനെ അല്പം അകറ്റി നിർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ പിന്നാലെ പോകുന്നവർ എന്തുകൊണ്ട് കൂടെയാകുന്നില്ല? അവൻ്റെ പാതകൾ പിന്തുടരുന്നവർ എന്തുകൊണ്ട് അവൻ്റെ തോളിൽ ചാരി കരം പിടിച്ച് നടക്കുന്നില്ല? അതിന് കാരണം ക്രിസ്തു ഇപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു അത്ഭുത പ്രവർത്തകനായും, ക്രിസ്തു ഇപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിൽ കുറേ ഉപദേശങ്ങൾ നൽകുന്നവനായും കാര്യം സാധിക്കുന്നവനുമായി മാത്രമായി തീരുന്നത് കൊണ്ടാണ്. നമ്മുടെ ദൈവം അങ്ങനെയല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ നാം അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ക്രിസ്തു എല്ലാം ഈ ഭൂമിയിൽ ചെയ്തത്. അത്ഭുതങ്ങളൊക്കെ അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല മനുഷ്യർ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകേണ്ടത്. നമ്മളൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകേണ്ടത് വെറുതെ കണ്ണും പൊട്ടിയാണ്. ഒരു കൂട്ടുകാരനോട്, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് സമയം ചിലവഴിക്കുന്നത് പോലെയൊക്കെ കൂടെ നടന്ന് കരം പിടിച്ച് മുന്നോട്ട് പോകണം. ആ യാത്രക്കിടയിൽ നമ്മൾ കൂടെയുള്ളയാൾ വേദനിക്കാൻ ക്രിസ്തു ആഗ്രഹിക്കില്ല എന്നുള്ളിടത്ത് അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അത് അവൻ്റെ പ്രവൃത്തിയാണ്. അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകേണ്ടത്. അടയാളങ്ങൾക്ക് വേണ്ടിയല്ല ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകേണ്ടത്. മറിച്ച് അവനെ മഹത്വത്തോടെ കണ്ടതുകൊണ്ട്, അവനുമായുള്ള ബന്ധം ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടതുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഭൂമിക്ക് ആവശ്യം ക്രിസ്തുവുമായുള്ള അഗാധ ബന്ധമാണ്. സ്നേഹമുള്ളവരെ, ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന ഈ സുവിശേഷ ഭാഗം ഒന്നിനും ഉത്തരം നൽകുന്നില്ല. ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? ഇവൻ്റെ സഹോദരന്മാർ നമ്മോടൊപ്പമല്ലേ? ഇവനിതെല്ലാം എവിടെ നിന്ന്? എല്ലാം ചോദ്യങ്ങളായി മാത്രം നിലകൊള്ളുമ്പോൾ ഉത്തരം ഇല്ലാഞ്ഞിട്ടല്ല, ഉത്തരം അർഹിക്കാത്തത് കൊണ്ടാണ്. ഇതൊക്കെ വെറുമൊരു ഭൂമിയുടെ ചോദ്യങ്ങളാണ്. മറിച്ച് സ്വർഗത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നവർക്ക് ഈ ഭൂമിയുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും സാധിക്കുകയില്ല. ക്രിസ്തുവിനെ മഹത്വത്തോടെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ തരം താഴ്ത്തി കാണാൻ കഴിയുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.